ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, അവന്റെ മരണാനന്തരവും അവന് ഹസനാത്തുകളായി അമലായി കൊണ്ട് തന്നെ അവന് രേഖപ്പെടുത്തപ്പെടുന്ന അവൻ ചെയ്തിട്ടുള്ള അവന്റെ ജീവിതകാലത്തുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർന്നും അതിന്റെ ആദായങ്ങൾ അവന്റെ നന്മയുടെ റെക്കോർഡിലേക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൽമൻ അല്ലമഹു വനശറഹു, ഒരാൾ പഠിപ്പിച്ചിട്ടുള്ള വിജ്ഞാനം, ഒരാൾ അറിവ് നേടി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് നേടി, അത് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അത് പഠിപ്പിച്ചു, അത് പ്രചരിപ്പിച്ചു. കാലാകാലം എത്രയോ ആളുകൾ അതനുസരിച്ച് പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നു എങ്കിൽ, ആത്മാർത്ഥതയോടെയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ അതിന്റെ പ്രതിഫലം ആ പഠിപ്പിച്ച വ്യക്തി മരിച്ചുപോയാലും അയാളുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വലദൻ സാലിഹൻ തറകഹു, ഒരാൾ വിട്ടേച്ചു പോകുന്നു, സാലിഹായ ഒരു മകനോ മകളോ ഉണ്ടോ? സാലിഹായ സന്താനങ്ങളെ വിട്ടേച്ചു പോകുന്നുവെങ്കിൽ നമ്മൾ തർബിയത്ത് കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കൾ, നമ്മൾ നിസ്കാരം പഠിപ്പിച്ചു, നമ്മൾ നോമ്പ് പഠിപ്പിച്ചു, നമ്മൾ സനാതന മൂല്യങ്ങൾ പഠിപ്പിച്ചു, ധാർമ്മികതയുടെയും സംസ്കാരത്തിന്റെയും പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തു. അധാർമികതയുടെ ചെളിക്കുണ്ടിലേക്ക് പോകാതിരിക്കുവാനുള്ള കരുത്തും കാവലുമായി ജീവിതകാലത്ത് നമ്മളും കൂടെയുണ്ടായി എങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ ചെയ്യുന്ന അവരുടേതായ പ്രാർത്ഥനകളും അവരുടെ സൽക്കർമ്മങ്ങളുമൊക്കെ നമ്മുടെ ഒരു കയ്യപ്പതിലുണ്ടല്ലോ, ഒരു നിർദ്ദേശം അതിലുണ്ടല്ലോ. ആ നിലക്ക് നമുക്കും അതിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ വന്നു ചേർന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമുസ്ഹഫൻ വറസഹു, ഒരാൾ തന്റെ ജീവിതകാലത്ത് ഖുർആൻ പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ വേണ്ടി ഒരു മുസ്ഹഫ് അദ്ദേഹം വഖഫ് ചെയ്യുകയാണ്. ഇനി മുസ്ഹഫല്ല, ഖുർആനിന്റെ പരിഭാഷകളോ ഏതോ ആവട്ടെ, ആ നിലക്കുള്ള വൈജ്ഞാനികമായ നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ അല്ലാഹുവിനെ മാത്രം സുജൂദ് ചെയ്യുവാനുള്ള, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭവനത്തിന്റെ നിർമ്മാണത്തിലേക്ക് ഒരാൾ സംഭാവനകൾ ചെയ്യുകയാണ്, ഒരാൾ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, അതല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് വേണ്ടി വിശ്രമിക്കുവാനും താമസിക്കുവാനുമുള്ള സത്രങ്ങൾ ഒരാൾ നിർമ്മിക്കുകയാണ്. ഔ നഹ്റൻ നജറാഹു, അല്ലെങ്കിൽ ഒരാൾ കുടിവെള്ളത്തിന്റെയോ അതേപോലെയുള്ള ജലക്ഷാമ പരിഹാരത്തിന് വേണ്ടിയുള്ള നിലക്ക് ഒരു തോട് വെട്ടുകയാണ്, പുഴയൊഴുക്കുകയാണ്, കിണർ കുത്തുകയാണ്. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും ഔ സദഖത്തൻ അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി, ആരോഗ്യമുള്ള സമയത്ത്, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പണത്തോട് നല്ല ആർത്തിയുള്ള കാലത്ത് ആ നിലക്ക് ചെയ്തിട്ടുള്ള സദഖകളൊക്കെ മരിച്ചാലും തന്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എണ്ണിപ്പറഞ്ഞ കണ്ടില്ലേ ഈ 6-7 കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സമ്പത്തുള്ളവർക്ക് ചെയ്യാവുന്നതും അല്ലാത്തവർക്ക് ചെയ്യാവുന്നതുമായ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഏതേത് കാര്യങ്ങളിലൊക്കെ നമുക്കും നമ്മുടേതായ ധനം ഏത് കാലഘട്ടത്തിലും ഉപകരിക്കുന്ന വിധത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായത് ചെയ്യാനാകുമോ, അതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചിന്തകൾ ഉണ്ടാകണം.